മുനമ്പത്ത് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി വഖഫ് ആക്ടിനെതിരെ പ്രതിഷേധവുമായി മുനമ്പം ഭൂസംരക്ഷണ സമിതി. വഖഫ് ആക്ടിന്റെ പ്രതീകാത്മക രൂപം കടലിൽ താഴ്ത്തിയാണ് പ്രതിഷേധം. മുഖ്യമന്ത്രിയുമായി നടന്ന ഓൺലൈൻ യോഗത്തിൽ പ്രതീക്ഷയുണ്ടെന്നും എന്നാൽ സമരം തുടരുമെന്നും മുനമ്പം സമരസമിതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. മുനമ്പത്ത് നിന്ന് അലി അക്ബർ ഷാ ചേരുന്നു നമുക്കൊപ്പം തത്സമയം. ഗുഡ് ഈവനിംഗ് അലി അക്ബർ ഷാ. മുനമ്പത്തെ പ്രതിഷേധം ഇന്ന് 43-ാം ദിനമാണ്. കമ്മീഷനെ നിയോഗിച്ചതിലടക്കം അതൃപ്തിയാണോ മുനമ്പത്ത് കേൾക്കുന്നത്? ഗുഡ് ഈവനിംഗ് സുജയ. ഞാനിപ്പോൾ നിൽക്കുന്നത് മുനമ്പത്താണ്. ഇവിടെ സമരവുമായി പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് മുനമ്പം സമരസമിതിയുടെ തീരുമാനം. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുമായി ഉണ്ടായ ഉന്നതതല യോഗത്തിന് ശേഷം മുനമ്പത്തെ പ്രതിഷേധക്കാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഓൺലൈൻ യോഗവും നടത്തിയിരുന്നു. ആ യോഗത്തിൽ എന്തിനാണ് ഈ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി വിശദീകരിച്ചിരുന്നു. അതുപോലെ തന്നെ സമരം അവസാനിപ്പിക്കണമെന്ന ആവശ്യവും മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ സമാധാനപരമായ സമരം നിർത്തില്ല, ഇത് ഈ നിലയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് സമരസമിതിയുടെ വക്താക്കൾ ആ യോഗത്തിൽ തന്നെ അറിയിച്ചിരുന്നു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ വഖഫ് ആക്ടിന്റെ ഒരു പ്രതീകാത്മക രൂപം ഉണ്ടാക്കി ഇന്നത്തെ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. 43-ാം ദിവസമാണ് നിരാഹാര സമരം നടക്കുന്നത്. ഈ വഖഫ് ആക്ടിന്റെ പ്രതീകാത്മക രൂപം ഇന്ന് കല്ല് കെട്ടി കടലിൽ താഴ്ത്തും. ഇവിടെ നിന്നും ഏകദേശം 3/4 കിലോമീറ്ററോളം ദൂരം ഈ പ്രതിഷേധ റാലിയായി ഈ പ്രവർത്തകരെല്ലാവരും, ഈ പ്രതിഷേധക്കാരെല്ലാവരും പോകും. 3/4 കിലോമീറ്റർ അപ്പുറത്ത് കടലിൽ ഈ വഖഫ് ആക്ടിന്റെ ഈ പ്രതീകാത്മക രൂപം കല്ല് കെട്ടി കടലിലേക്ക് താഴ്ത്തിയാണ് ഇന്നത്തെ പ്രതിഷേധം അവസാനിപ്പിക്കുക. എന്തായാലും ഈ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ച സാഹചര്യത്തിൽ 3 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനായിരുന്നു ഈ നിർദ്ദേശം ലഭിച്ചിരുന്നത്. പക്ഷേ ഈ 3 മാസക്കാലം എന്ന് പറയുന്നത് വലിയൊരു കാലയളവാണ്. അടിയന്തരമായൊരു നടപടിയാണ് ഈ വിഷയത്തിൽ ആവശ്യമുള്ളത് എന്ന ആവശ്യത്തിൽ തന്നെ, ഉന്നയിച്ച ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ടാണ് ഇപ്പോൾ മുനമ്പം സമരസമിതിയുടെ പ്രതിഷേധം മുന്നോട്ട് പോകുന്നത്. ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ നയിക്കുന്ന തലപ്പത്തിരിക്കുന്ന ജസ്റ്റിസ് ജാമീന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ 3 മാസക്കാലത്തിനുള്ളിൽ ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് കടക്കാൻ ഈ വിഷയത്തിൽ കഴിയില്ല. കാരണം അത്രയും സങ്കീർണമായ ഒരു നടപടി ക്രമമുള്ളതിനാൽ തന്നെ ഈ 3 മാസക്കാലം മതിയാകില്ല. അത് സർക്കാരിനെ അറിയിക്കുമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ജുഡീഷ്യൽ കമ്മീഷനും അറിയിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ സമാധാനപരമായ സമരം, ഇപ്പോൾ നടക്കുന്ന സമരം ഈ നിലയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് മുനമ്പം സമരസമിതി അറിയിക്കുന്നത്. ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ ഇവിടെ നിന്നും പ്രതിഷേധം ആരംഭിക്കും. ഈ പ്രതിഷേധം ഈ വഖഫ് ആക്ടിന്റെ പ്രതീകാത്മക രൂപം വെച്ചുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോയാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. ഈ നിലയിലുള്ള പ്രതിഷേധം അടിയന്തരമായി ഈ വിഷയത്തിൽ ഒരു നടപടി ഉണ്ടാകുന്നത് വരെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ഭൂസംരക്ഷണ സമിതി എന്തായാലും അറിയിക്കുന്നുണ്ട്. വലിയ ആൾക്കൂട്ടം, പ്ലക്കാർഡുകൾ എന്തിയാണ് ഇന്നത്തെ ഈ പ്രതിഷേധ റാലി സംഘടിപ്പിക്കുന്നത്. ഈ റാലി ഇവിടെ നിന്ന് 3/4 കിലോമീറ്ററോളം നീളും. എന്തായാലും ജുഡീഷ്യൽ കമ്മീഷൻ ഈ വിഷയത്തിൽ ഏത് നിലയിലുള്ള പ്രവർത്തനമാകും നടത്തുക എന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉൾപ്പെടെ കമ്മീഷൻ ലഭിച്ച ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ. അതിനുശേഷം മാത്രമേ ജുഡീഷ്യൽ കമ്മീഷൻ നടപടികളിലേക്ക് കടക്കുകയുള്ളൂ. എന്തായാലും ഭൂസംരക്ഷണ സമിതി, മുനമ്പത്തെ ഭൂസംരക്ഷണ സമിതി മുഖ്യമന്ത്രി ഈ പ്രതിഷേധം അവസാനിപ്പിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചപ്പോൾ തന്നെ ആ ആവശ്യം യോഗത്തിൽ തന്നെ തള്ളിയിരുന്നു. പ്രതിഷേധം അവസാനിപ്പിക്കില്ല, സമാധാനപരമായി മറ്റു പ്രകോപനങ്ങളിലേക്ക് കടക്കാത്ത നിലയിൽ സമരം കൊണ്ടുപോകുമെന്നും നേരത്തെ തന്നെ സംരക്ഷണ സമിതി അറിയിച്ചിരുന്നു. ഇന്നത്തെ പ്രതിഷേധം ഏത് നിലയിലാണ്? എന്തായാലും പ്രതിഷേധം ആരംഭിക്കാൻ പോവുകയാണ്. അതിനുശേഷം പ്രതിഷേധം തുടങ്ങിയതിനു ശേഷം പ്രതികരണങ്ങളിലേക്ക് കടക്കാമെന്നാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഉള്ളവരും അറിയിക്കുന്നത്. എന്തായാലും വലിയ ആൾക്കൂട്ടം, വലിയ പ്രതിഷേധവുമായി ഇത് അവസാനിപ്പിക്കില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചുകൊണ്ടാണ് മുനമ്പത്ത് ഉള്ളത്. ഇനി ഈ ജുഡീഷ്യൽ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ഈ ദീർഘകാലം എടുക്കുന്ന ഒരു പ്രോസസ്സ് അത് തങ്ങൾ അംഗീകരിക്കില്ല എന്ന ഉറച്ച കാര്യം ഈ യോഗത്തിലും ഇപ്പോഴും ആവർത്തിക്കുകയാണ് മുനമ്പ ഭൂസംരക്ഷണ സമിതി. എന്തായാലും ഈ കാണുന്നത് പോലെ വലിയ ഒരു പ്രതിഷേധത്തിലേക്ക്, പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് തന്നെ കടന്നിരിക്കുന്നു മുനമ്പം ഭൂസംരക്ഷണ സമിതി. വഖഫ് ആക്ടിലെ ഈ പറയുന്ന ഭാഗങ്ങൾ പിൻവലിക്കുക എന്ന ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. നാളെ നടക്കാൻ പോകുന്ന ശീതകാല ഉൾപ്പെടെ ഈ വഖഫ് വിഷയം ഉയർന്നു വരുമെന്ന പ്രതീക്ഷയിലുമാണ് മുനമ്പത്തെ പ്രദേശവാസികളുള്ളത്. എന്തായാലും ശക്തമായ പ്രതിഷേധങ്ങൾ ഈ ഘട്ടത്തിലും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് ഭൂസംരക്ഷണ സമിതി ഉള്ളത്. സുജയ. ഓക്കെ, പാർലമെന്റിന്റെ വരുന്ന സമ്മേളനത്തിൽ റിപ്പീലിംഗ് ആക്ട് അല്ലെങ്കിൽ റിപ്പീലിംഗ് ബില്ല് അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന ഒരു പ്രതീക്ഷയോടെയാണ് അവരിപ്പോൾ ഈ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നത് എന്നുകൂടി അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അങ്ങനെയാണോ, ആ രീതിയിലാണോ? അവരെന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പോകുന്നത്? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമാധാനത്തോടെയുള്ള സമരമായിരുന്നല്ലോ. തീർച്ചയായും സുജയ, ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി ഈ കൃത്യമായ നിലയിൽ ഏത് രീതിയിലായിരിക്കും സർക്കാരിൻ്റെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാവുക എന്ന് പ്രതിഷേധക്കാരോട് ഉൾപ്പെടെ വ്യക്തമാക്കിയിരുന്നു. സർക്കാർ കൃത്യമായ ഇടപെടൽ ഈ വിഷയത്തിൽ നടത്തുമെന്ന കാര്യവും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഈ ഉന്നതതല യോഗത്തിന് ശേഷമാണ് അതിൽ തങ്ങൾ തൃപ്തരല്ല എന്ന പ്രതിഷേധക്കാരുടെ ആവശ്യം മുൻനിർത്തി ഒരു ഓൺലൈൻ യോഗം കൂടി മുഖ്യമന്ത്രി സംഘടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ആ സാഹചര്യത്തിൽ ഈ യോഗത്തിൽ തന്നെ ഈ പ്രതിഷേധക്കാർ അറിയിച്ചിരുന്നു, പ്രതിഷേധം അവസാനിപ്പിക്കില്ല. മുഖ്യമന്ത്രി അത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വച്ചപ്പോൾ തന്നെ പ്രതിഷേധം അവസാനിപ്പിക്കാൻ സാധിക്കില്ല, സമാധാനപരമായി ഈ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അവർ അറിയിച്ചിരുന്നു എന്നുള്ള വലിയ ആശയം പങ്കുവെച്ചുകൊണ്ട് ഈ സമരമായിട്ടുള്ള അല്ലെങ്കിൽ ഈ റാലി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുകയാണ്.
എന്തായാലും സുജയ, ഇവിടെ മുനമ്പത്ത് ഇന്നത്തെ പ്രതിഷേധം ആരംഭിച്ചിരിക്കുകയാണ്. ഈ നിലയിൽ പ്രതിഷേധവുമായി വരും ദിവസങ്ങളിലും ശക്തമായി തന്നെ നിലകൊള്ളുമെന്നും മുനമ്പം ഭൂസംരക്ഷണ സമിതി എന്തായാലും അറിയിക്കുന്നുണ്ട്. അടിയന്തരമായ ഒരു നടപടിയാണ് ഇവർക്ക് ആവശ്യം. ഈ പറയുന്നതുപോലെ ജുഡീഷ്യൽ കമ്മീഷന്റെ നടപടികൾ 3 മാസക്കാലം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയില്ല എന്ന് കമ്മീഷൻ തന്നെ വ്യക്തമാക്കുന്ന സാഹചര്യത്തിൽ വലിയ കാലയളവിലേക്ക് ഈ ദുരിതം അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നും എന്തായാലും ഭൂസംരക്ഷണ സമിതി വ്യക്തമാക്കുന്നുണ്ട്. പ്രതിഷേധം ആരംഭിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്നും ഏകദേശം 3/4 കിലോമീറ്ററോളം ഈ വഖഫ് ആക്ടിന്റെ ഈ പ്രതീകാത്മക രൂപവും ഏന്തി, പ്ലക്കാർഡുകൾ ഏന്തി, മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പ്രകടനമായി മുന്നോട്ട് പോകും. അവിടെ നിന്നും ഈ വഖഫ് ആക്ടിന്റെ ഈ പ്രതീകാത്മക രൂപം കല്ലുകെട്ടി കടലിൽ താഴ്ത്തിയായിരിക്കും ഈ പ്രതിഷേധം അവസാനിക്കുക. സുജയ, ഓക്കെ.